ഹലോ വെൽക്കം ടു മൈ ചാനൽ. കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീടിൻ്റെ മുകൾ നില പണി തുടങ്ങിയതിൻ്റെ ഇത്തിരി തിരക്കായിരുന്നേ. അതായത് ഇത് പണി തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അതായത് വീട്ടിൽ മക്കളൊക്കെ ഉള്ളൊരു മുടക്ക ദിവസത്തെ ഇത്തിരി കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഉണ്ടാ. അപ്പോൾ ഇത് ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശ എന്താ പറയുക, ഇതുപോലെ കത്തിരി കൊണ്ട് കട്ട് ചെയ്ത് മോൻ ചെയ്ത ഓരോ കാര്യങ്ങളാണ് കേട്ടോ അത്. അങ്ങനെ ഉള്ളി സാമ്പാറായിരുന്നു വെച്ചിരുന്നത്. ഇന്ന് മൂത്ത മോനായിട്ട് ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അവൻ്റെ സ്പെഷ്യലാണ് ഈ കാണിച്ച് വെച്ചേക്കുന്നത്. എനിക്കാണെങ്കിൽ ഈ സമയത്ത് ഒരുപാട് പണികളുണ്ടായിരുന്നു. കണ്ടോ, മുളക് കഴുകി ഉണക്കലും. അപ്പോൾ ആ കഴുകി ഉണക്കി തിരിച്ചിടുന്നേക്കാൾ മുമ്പ് ചെടികൾക്കൊക്കെ നനച്ചു, അല്ലെങ്കിൽ അതൊക്കെ നനയുമല്ലോ. അപ്പോൾ ഒരുപാട് പണികളുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞാലായിട്ട് വീടിൻ്റെ മുറ്റത്ത് മണലും സിമെൻറ്റൊക്കെ വരുന്നതുകൊണ്ട് പണി തുടങ്ങിയാൽ പിന്നെ പൊടിയും മറ്റൊക്കെ ആവുമല്ലോ. അതുകൊണ്ട് തന്നെ ഇതുപോലൊക്കെ ഒന്നും ഉണക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അത് ഉണക്കാനും എന്താ പറയുക, മണലല്ല, എന്താ പറയുക, മുളകൊക്കെ ഉണക്കാനൊക്കെ 2 ദിവസം കഴുകി ഉണക്കാനൊക്കെ നിന്നു കേട്ടോ. പിന്നെ ഈ ചെടികളൊക്കെ മാറ്റി വയ്ക്കലൊക്കെ വലിയൊരു പണിയാണ്. അപ്പോൾ ബാക്കിലേക്കൊക്കെ കൊണ്ടുവരണമല്ലോ. അപ്പോൾ ബാക്കിലേക്ക് ഓരോ വശം വൃത്തിയാക്കിയിട്ട് വേണം ഈ ചട്ടികളൊക്കെ മാറ്റാൻ. അപ്പോൾ അതും പിന്നെ ദേ ചീര, ഉള്ളി സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിലും ചീരയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഇവിടെ ഇത് നിർത്തിയാൽ ഇതെല്ലാം മണലും മറ്റൊക്കെ ഇടുമ്പോൾ എല്ലാം പോകില്ലേ. ബാക്കിയെല്ലാം ചെടികളും ചട്ടിയിലാണ് വെച്ചേക്കുന്നത്. ചീരയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളച്ച് നിൽക്കുകയാണ്. ഇവിടെ കുട്ടികൾക്ക് ചീരയിൽ പരിപ്പൊക്കെ ഇട്ട് വയ്ക്കുന്നത് വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാ ചീരകളും ഞാൻ പറിച്ചെടുത്തു, കുറേ വെട്ടിയൊക്കെ എടുത്തു. അത്രയൊക്കെ തന്നെ കിട്ടിയുള്ളൂ കേട്ടോ. ഒരു കറിക്കുള്ളതുണ്ട്. അവിടെ നിന്നൊക്കെ എടുത്തതൊക്കെ നാളെയും ഒക്കെ ആയിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ വരുമ്പോഴും ചേട്ടന്മാർ പണിക്ക് വരുന്ന ചേട്ടന്മാരൊക്കെ വരുമ്പോഴൊക്കെ നാശമാവും. അപ്പോൾ അതങ്ങൾക്ക് ഇങ്ങനെ വെക്കാമെന്ന് കരുതിയത്. പിന്നെ കുട്ടികളുണ്ടല്ലോ കൂടെ. ചീര ഇവിടെ നന്നായി കഴുകി വെള്ളം മാലാനൊക്കെ വെച്ചു കേട്ടോ. ഇന്ന് കാലത്ത് കുക്കറിൻ്റെ ആവി കൊണ്ടിട്ട് കൈമേ പൊള്ളിയായിരുന്നു. അപ്പോൾ പേസ്റ്റൊക്കെ തേച്ച് നന്നായി നീറുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ നിൽക്കണം കേട്ടോ. പിന്നെന്താ, ഇത് സബോളയുടെ തൊലിയാണ്. അത് കൈമ കണ്ടോ, വെള്ള കളർ. അതാണ് ഞാനിപ്പോൾ പറയാൻ കാരണം. സബോളയുടെ തൊലി 2-3 ദിവസം വെള്ളത്തിൽ അടച്ചു വെച്ചിട്ട് പിന്നീട് ഇരട്ടി വെള്ളത്തിൽ അരിച്ചെടുത്തിട്ടേ പൂച്ചെടികൾക്ക് ഇടാൻ പറ്റിയ വളമാണ് കേട്ടോ. ഇത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചെമ്പരത്തിൻ്റെ ഇലയാണേ. മുടിയൊക്കെ വല്ലാണ്ടായി. അപ്പോൾ പിന്നെ താളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അടുത്തൊക്കെ നോക്കി. അപ്പോൾ അത്ര അടുത്തൊന്നും കാണാനൊന്നുമില്ല. ഇത് പറഞ്ഞപ്പോൾ ചെമ്പരത്തിൻ്റെ ഇല കാണാനേ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ വീട്ടിൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് 2-3 ദിവസമായി. അപ്പോൾ താളിയാക്കി തലയിൽ തേക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ തിരക്കും മറ്റും കാരണം ഫ്രിഡ്ജിൽ ഈ ഇലയൊക്കെ വെച്ചേക്കായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ കൈയോടെ അത് അങ്ങ് അരച്ച് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ അങ്ങനെ വെച്ചാൽ, ഇതുപോലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ആവശ്യത്തിന് 2-3-4 സ്പൂൺ അങ്ങനെ എടുത്താൽ മതിയല്ലോ. സോപ്പൊക്കെ തേച്ച് മുടിയൊക്കെ ചകിരിനാര് പോലെ ആയിട്ടോ. അത് തന്നെയല്ല, മുടിയൊക്കെ ഊരിയും പോയി, ഒന്നും ഇല്ലാണ്ടായി. ഒരു ചെറിയ പാത്രത്തിൽ ഇപ്പത്തേക്കുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, തലയിൽ തേക്കാനുള്ളത്. പണ്ടൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ താളി ആക്കാനായിട്ട് ഈ അലക്കങ്കല്ലുമേലാണ് ഉരച്ചിട്ടാണ് ഇലയൊക്കെ താളിയാക്കിയിട്ട് തലയിൽ തേക്കാറുണ്ട് കേട്ടോ. ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നും ശ്രദ്ധിക്കാണ്ടായി. അതുപോലെ തന്നെ മുടിയൊക്കെ പോയി തുടങ്ങി. എല്ലാവർക്കും എനിക്കായിരിക്കും അല്ലേ. ഒരു സമയം കഴിഞ്ഞാൽ നമ്മളെ അമ്മമാർ അങ്ങനെയാണല്ലേ. നമുക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്താറില്ല. അതുപോലെ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ മറച്ചു വയ്ക്കും. പിന്നെ നമ്മുടെ മക്കൾ, ഭർത്താവ്, വീട്ടുകാർ, അതാണ് നമ്മുടെ ലോകം. അങ്ങനെ അവരുടെ ഇഷ്ടങ്ങളും നമ്മുടെ കൂടെയും ഇഷ്ടങ്ങളായിട്ട് അങ്ങ് മാറാണ്. അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു. ഇത് പുറത്തേക്കുള്ള കോണി പണിയാനായിട്ട് വന്നേക്കണം കേട്ടോ. വെൽഡിയാണ് അവിടെ, ചേട്ടന്മാർ വെൽഡിയാൻ വന്നേക്കണം. നമ്മളൊരമ്മയും അതുപോലെ ഒരു കുടുംബം നോക്കുന്നതിലേക്ക് നമ്മളെത്തുമ്പോഴാണ് ഈ അമ്മമാർക്ക് എത്ര വലിയ റോളാണ് ദൈവം കൽപ്പിച്ച് തന്നേക്കണതെന്ന് മനസ്സിലാവുന്നു കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് പല വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. അമ്മയെ പുറത്താക്കി, അമ്മയെ തല്ലി, തീ കൊളുത്തി, ഇല്ലാതാക്കി, അങ്ങനെ പലതും, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കണത്. ആ ഒരു അമ്മ മകനെ എങ്ങനെ നോക്കി വളർത്തിയതായിരിക്കും അല്ലേ. സമൂഹത്തിൽ ഈ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും മദ്യപാനവും ഒക്കെ ഇതിന് പ്രധാന കാരണമാണല്ലേ. ഇനിയുള്ള തലമുറയെങ്കിലും വളരെയധികം ഇതിൽ നിന്ന് മുക്തി നേടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നല്ലൊരു നാളേക്ക്, നല്ലൊരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ അത് ചീര അരിഞ്ഞ് കഴിഞ്ഞു, പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയം ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ അമ്മ നന്നാക്കി തന്നു കേട്ടോ. എന്നാൽ പിന്നെ അത് കൂട്ടാൻ കാശെന്ന് കരുതി. അപ്പോൾ വെളിച്ചെണ്ണയിലിട്ടിട്ട് എന്താ പറയുക, ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടു. അപ്പോൾ കുത്തുമുളക് ഇട്ടിട്ട് വേപ്പിൻ്റെ ഇല ഞാൻ ഇട്ടിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് ഇലക്കറികൾക്ക് വേപ്പിൻ്റെ ഇല ഇടാൻ പാടില്ല എന്ന്. എനിക്ക് അറിഞ്ഞുകൂടാ. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഞാൻ കുറച്ച് ചീരയെ മാറ്റി വെച്ചു. നാളെ കാലത്ത് മോനെ സ്കൂളിലേക്ക് കൊടുത്തുവിടാലോ. ഒരു ചെറിയൊരു ചീരക്കറി ആക്കിയിട്ട് അവന് ഫ്രഷായിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാനത് മാറ്റി വെച്ചതാണ്. ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ഇത് കുറച്ചേ ഞാൻ വെച്ചുള്ളൂ. ഉള്ളി സാമ്പാറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവന് എന്താ പറയുക, ഇത്തിരി ചീരയും പരിപ്പ് ഇത്തിരി കുറുക്കിയിട്ട് വേണമെന്ന് പറഞ്ഞു. ഇത്തിരി ചാറോട് കൂടിയിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ പരിപ്പ് വേവിച്ച ചാറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ. പലർക്കും പലതരത്തിലാണ് ഇഷ്ടങ്ങളല്ലേ. ഞാൻ ചീരയും പരിപ്പും ഒരു ഉപ്പേരി പോലെ ഇങ്ങനെ എടുക്കാമെന്നാണ് കരുതിയത് കേട്ടോ. അപ്പോൾ പിന്നെ മോനെ ഇത്തിരി ചാറോട് കൂടി വേണമെന്ന് പറഞ്ഞു. ഇതുപോലെ കണ്ടോ. അവന് ഉള്ളി സാമ്പാർ വലിയ ഇഷ്ടമൊന്നുമില്ല. നല്ലതാണ്, ചോര വയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ആണ് അവന് കൊടുക്കണത് കേട്ടോ ചോറിനൊപ്പം. ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ചീര ഇപ്പോൾ വളരെ ഇഷ്ടമായി. അപ്പോൾ പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വെച്ച് കൊടുത്തു. ഒരു പപ്പടം ഉണ്ട്, അപ്പോൾ അത് കൂട്ടി കൊടുത്തു. പിന്നെ ഇത്തിരി കടലയുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും ചോറ് കൊണ്ടുകഴിഞ്ഞു. അപ്പോൾ ഉച്ചയിലത്തെ ചോറൂണൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത പണി ഉണങ്ങിയ തുണികളൊക്കെ മടക്കി വെച്ച് ഉഴുന്നും പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നേ.
കൂടെ ഒരു സ്പൂൺ ഉലുവയും. അപ്പോൾ പിന്നെ അത് അരച്ച് വെച്ചു കേട്ടോ. 2-3 പ്രാവശ്യം അരക്കുന്നത് കൊണ്ട് മിക്സി ജാർ ചൂടാവാതിരിക്കുക ഇതുപോലെ തണുത്ത വെള്ളമോ ഐസ് ക്യൂബോ ഇടുന്നത് നല്ലതാണ് കേട്ടോ. സാധാരണ മാവ് അരച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ വെക്കാറ്. പിന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കുകയും ചെയ്യുക. അത് വളരെ നല്ലതാണ് കേട്ടോ. ഇത്തിരി ചോറും ഞാൻ അരയ്ക്കുമ്പോൾ ഇടാറുണ്ട് കേട്ടോ. ഇപ്പോൾ 2 മണി കഴിഞ്ഞു, രാത്രി 10 മണിയാകുമ്പോഴേക്കും ഇത് വീർത്ത് അങ്ങ് പൊങ്ങി വരും. ഫ്രിഡ്ജിൽ അപ്പോൾ എടുത്ത് വയ്ക്കും. അല്ലെങ്കിൽ പുളി കൂടിയാലോ. പിന്നെ ഇത്തിരി നേരം കിടന്ന് മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി കഴിഞ്ഞിട്ട് ദോശ ഉണ്ടായിരുന്നെങ്കിലും പോപ്കോൺ കുറച്ച് നാളായി ഫ്രിഡ്ജിലിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതങ്ങ് ചെയ്തു. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായി കേട്ടോ. കട്ടയായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി സമയം എടുത്തു ഇതാവാൻ. അതിൻ്റെ തണവ് വിട്ടിട്ട് വേണമായിരുന്നു എടുക്കാൻ. എങ്കിലും കുഴപ്പമില്ല, അതൊക്കെ കിട്ടിയിട്ടാ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ മിന്നും ഫാമിലിയെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഓക്കെ, ബൈ.